ഇന്ന് ദേവുട്ടിക്ക് സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ ദേ ഇവിടെയൊക്കെ അലങ്കോലമായിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഫുൾ അവിടെ തൂത്ത് ഒതുക്കി പാത്രങ്ങളും കഴുകാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പുട്ട് അതേപോലെ തന്നെ കുറ്റിയിൽ ഇരിപ്പുണ്ടായിരുന്നു. വിഷ്ണു കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ അതെടുത്ത് ഒന്നും കൂടെ ആവി കയറ്റി. പിന്നെ ദേവുട്ടിക്ക് വേറെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ കാപ്പി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോയിട്ട്, അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുട്ടും ചൂടാക്കി കട്ടാനും ഇട്ട് ഇതേ വെള്ളം ചൂടാക്കാനും വെച്ചു. പിന്നെ അവിടെയൊക്കെ ഫുള്ള് തൂത്ത് ഒതുക്കി കേട്ടോ. കാരണം വെച്ചാൽ അവിടെ ഫുള്ള് ഇന്നലത്തേക്ക് കുറേ പൊടിയും മണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുള്ള് ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കി. അതിനുശേഷം പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി ഇതേ കട്ടാനും ഇട്ടു. കാരണം വിഷ്ണുവും ദേവുട്ടി അപ്പുറത്തുള്ള കടയിലാണ് കേട്ടോ പോയത്, അവർ പെട്ടെന്ന് വരും. അപ്പോൾ വരുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്ത് വെച്ചത്. അപ്പോഴായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടിരുന്നു. പക്ഷേ ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് ഞാൻ കൊള്ളാമോ ഇനി ചീത്തയായോ എന്നൊക്കെ മണപ്പിച്ച് നോക്കിയപ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ ഞാൻ ശകൽ കോരി മാറ്റുവാണ്, വേറെ ഒന്നിനുമല്ല കേട്ടോ. പിന്നീട് മുളകും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് കുറേ നാളായി പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട്. അപ്പോഴത്തേക്ക് വിഷ്ണു ദേവുട്ടി